മാത്രമല്ല എനിക്കൊന്ന് ഈ സ്കൂൾ വിദ്യാഭ്യാസമേ നമ്മൾ കോളേജ് വിദ്യാഭ്യാസത്തോളം തുലനപ്പെടുത്തി കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് അമ്മയ്ക്ക് അഭിമാനിക്കാം. ഏകദേശം നിലവാരത്തിലേക്ക് നമ്മൾ പോയി. വേറെ കാര്യമുണ്ട് സാറേ, ആ സംഭവത്തിന് ശേഷം അടുത്ത 1-2 ആഴ്ച ഞാൻ ഭയങ്കര പഠിത്തമായിരുന്നു. സ്കൂള് വിട്ട് വരുന്നു, വീഗേഡ് എടുത്തു വെക്കുന്നു, ഒരേ പഠിത്തം. ആഹാരം കഴിക്കുന്നു, ഉറങ്ങുന്നു, പിന്നെ രാവിലെ എണീറ്റ് പഠിക്കുന്നു, വെളുപ്പിന് എണീക്കും. പഠിക്കണമല്ലോ. ഇത് തന്നെയാണോ പഠിക്കുന്നത്? അല്ലല്ല, പുസ്തകം. കാര്യം എന്തെങ്കിലും ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഇത് ചോദിക്കും. ഓ അത് ശരി, അത് ശരി. അമ്മ ഡീൽ ചെയ്യാൻ അറിയാം, ഗ്യാപ്പ് കൊടുക്കൂല. സാബു, നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ടായിരുന്നു? ഞങ്ങൾ 3 പേര്. 3 പേര്. എങ്ങനെയാ അതിന്റെ അനുപാതം എങ്ങനെയാ? 2 ആണും 1 പെണ്ണ്. ഞാൻ ഏറ്റവും ഇളയത്. ഏത് മണ്ണിനാ ഇങ്ങനെ ഒരു ഭാഗ്യവാനെ സൃഷ്ടിക്കാൻ ഭാഗ്യം ഉണ്ടായത്? സ്ഥലം അല്ലെ, എവിടെയാ പൂജാതൻ? കാലടിയിൽ ശങ്കരൻ എന്ന് പറയുന്നത്. പൂജാതനായത് കായംകുളമാണ്. പക്ഷെ എന്റെ ബസ് സ്റ്റാൻഡാണ് നമ്മുടെ അട്രാക്ഷൻ. ബേസ് എന്ന് പറയുന്നത് തിരുവനന്തപുരം. കായംകുളത്ത് ജനിച്ചു മാത്രമേ ഉള്ളൂ. വർഷമേ അവിടെ ഉണ്ടായിരുന്നു. എന്നാലും തിരുവനന്തപുരത്താണ് നമ്മുടെ തരികടകൾ മുഴുവൻ ചെലവാക്കാൻ പറ്റിയത്. അതിൽ അഭിമാനം കൊള്ളുന്നു. അതെ, തിരുവനന്തപുരമാണ് നമ്മുടെ ഒരു സ്ഥലം. ഓക്കെ. അപ്പൊ സാബു, ഇനി നമ്മൾ ഈ കല്യാണത്തിലേക്ക് വന്നു കഴിഞ്ഞാല് ഈ സാബു കെട്ടി മക്കൾ 2 പേര് പ്രണയിച്ചോ അതോ ഇതുപോലെ ഈ പോസ്റ്റർ വല്ലതും ഒട്ടിച്ചാരെങ്കിലും? ഇല്ല, എന്റെ കൂടെ എന്റെ ബാച്ചിൽ പഠിച്ചിരുന്ന ആളെ തന്നെ സ്നേഹിച്ച് കല്യാണം കഴിച്ചത്. അതെങ്ങനെ സംഭവിച്ചത്? അതല്ലേ, അതൊരു അത്ഭുത കാര്യം. സാബുവിനെ ഫുൾ അറിയത്തില്ലേ? അപ്പോ അറിയാം. അറിഞ്ഞോണ്ട് പറ്റിയതാ? അറിഞ്ഞോണ്ട് കല്യാണം പുള്ളിക്കാരി എന്തായാലും താങ്കളുടെ ക്ഷമയുടെ റേഞ്ച് എനിക്ക് മനസ്സിലായി പോ അല്ലേ? അപ്പോ അദ്ദേഹത്തിന്റെ പേര് സ്നേഹമാണ് അണ്ണാ വലുത് അല്ലേ? എന്ത് സ്നേഹയുടെ വീട് എവിടെയാ? ഡൽഹി ആയിരുന്നു. പക്ഷേ ഒറിജിൻ എറണാകുളമാണ്. പക്ഷെ പഠിച്ചതൊക്കെ ഡൽഹിയിലാണ്. ഈ നമ്മളിപ്പം നമ്മൾ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്ന അർത്ഥമില്ല ലൈഫിൽ. എന്നാൽ പോലും സ്നേഹയ്ക്ക് അറിയാവുന്ന ഒരു സാബു ഉണ്ടാവും. സാബുവിന്റെ റേഞ്ച് ഇത്രയാണെന്ന് മനസ്സിൽ കരുതിയായിരിക്കുമല്ലോ ഈ കെട്ടാൻ തീരുമാനിച്ചത്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഒരു 4-5 കൊല്ലമൊക്കെ നിങ്ങൾ താമസിച്ചതിന് ശേഷം എന്തോ സ്നേഹ പറഞ്ഞത്? സ്നേഹയുടെ ഒരു എക്സ്പീരിയൻസ്. എന്റെ A to Z അറിയാവുന്ന പറയണ്ട അല്ലേ? ഒന്നും പറയണ്ട. അതുകൊണ്ട് ഇപ്പോഴും എന്നെ ഒന്നും പറയാറില്ല. ഇല്ല. എന്തായാലും എന്റെ സ്നേഹ ഇത് പഴയ ഫോട്ടോ കേട്ടോ. കുറെ പഴയ ഫോട്ടോ. ഇപ്പൊ മുഖം കാണാൻ ആൾക്കാർ അറിയാം. ഈ സാബു പോലെ അല്ലല്ലോ. ഞാൻ ഫാമിലിയുടെ സംഭവങ്ങൾ അങ്ങനെ പബ്ലിക്കില് കൊടുക്കാറില്ല. മാത്രമല്ല എനിക്കൊന്ന് ഞാൻ ആദ്യം കാണുന്നത് വൈഫ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരുടെ ഒരു പ്രൈവസിയെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല അല്ലേ? നമ്മൾ ആ വഴിക്കും പോറില്ലല്ലോ. ഇല്ല, അത് ലീഗൽ സൈഡാണ്. നമ്മളങ്ങോട്ട് മക്കളുടെ പേരൂടെ പറഞ്ഞു കഴിഞ്ഞാല് 2 പെൺകുട്ടികളാണ്, ഐറ ആൻഡ് ഷിഫാലി. വാട്ട് ഈസ് ദ മീനിങ് ഷിഫാലി? ഇതൊക്കെ ചോദിക്കരുത്, ഇത് എനിക്ക് അറിഞ്ഞൂടാന്ന് പറഞ്ഞ് കൊച്ചം കാണാൻ ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അല്ല, സ്കൂളിൽ ടീച്ചേഴ്സ് ഒക്കെ ചോദിക്കത്തില്ലേ എന്താ അർത്ഥം ചോദിക്കത്തില്ലേ? ഷിഫാലി മറ്റേ ഡെക്സ്റ്റോൺ അല്ല, ഷെഫാലി എന്ന് പറയുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ നെയിമാണ്. ഇത് വല്ല പത്രത്തിൽ വല്ലതും കണ്ടാണോ പേരിട്ടത്? എനിക്ക് സത്യം പറഞ്ഞാൽ എന്റെ മക്കളുടെ ബർത്ത്ഡേ പോലും അറിഞ്ഞൂടാ. ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി, വർക്കില്ലാത്ത സമയത്ത് വീട്ടിൽ തന്നെ കാണൂ. അല്ല, അവിടെ അങ്ങനെ ഉത്സവ കമ്മിറ്റി ഒക്കെ ഉണ്ടോ? ഇല്ല. ഇപ്പൊ തിരുവനന്തപുരത്തല്ലേ താമസിക്കുന്നത്? ഇല്ല, പഴയ കമ്മിറ്റിക്കാർ കാണൂല്ലോ. എറണാകുളത്താണ്. ഇവിടെ സെറ്റിൽ ചെയ്തോ? എന്റെ പൊന്നെ, അതെനിക്ക് അറിയത്തില്ല. ഞാൻ വിചാരിക്കുന്ന ഇപ്പോഴും മൊത്തം ആ തരികിട സാമ്രാജ്യം ഉണ്ടല്ലോ. എറണാകുളത്താണ്, കുറെ വർഷമായി. തിരുവനന്തപുരം സാമ്രാജ്യം വിട്ടു അല്ലേ? ഇല്ല, വിട്ടിട്ടില്ല. പോയി വന്ന് നിൽക്കുക. ഞാൻ ഇപ്പൊ ഇതിനു വേണ്ടി എന്ന് വന്നത് ആണല്ലേ? പോയി വന്ന് നിൽക്കുക. നമുക്ക് അങ്ങോട്ട് പോയാലേ അതിന്റെ ഒരു സുഖമുള്ളല്ലേ? ഇപ്പൊ പിന്നെ ഈ വന്ദേ ഭാരത് ഒക്കെ വന്നുകൊണ്ട് വളരെ എളുപ്പത്തിൽ ചെല്ലാം, പെട്ടെന്ന് വരാം, നമുക്ക് ടെൻഷൻ ഇല്ലല്ലേ? ഓക്കെ. ഈ സാബു ഈ വിദേശ നാടുകളിലൊക്കെ പോയിട്ട് നമുക്ക് ആർക്കായാലും ചില അബദ്ധങ്ങൾ പിണയുമല്ലോ. ഈ സ്വിറ്റ്സർലൻഡിൽ ഒരു ട്രെയിനിൽ കയറിയിട്ട് എന്തോ ഒരു അബദ്ധം ഉണ്ടായിരുന്നു. ട്രെയിനിൽ കയറിയല്ല സാറേ, പിന്നെ എന്നെ ഇവര് പഠിക്കാൻ വിട്ടു. വീട്ടുകാരല്ലേ? വീട്ടുകാർക്ക് അബദ്ധം വരുന്നത് എന്റെ കമ്പനി. അപ്പൊ ഞാൻ ഇടയ്ക്ക് ഒരു എയർലൈൻ കമ്പനി ലുഫ്താൻസയിലൊക്കെ പോയിരുന്നു. വിമാനം താഴെ ഇറക്കണോ ആകാശത്ത് ഇറക്കണോ എന്നുള്ളത് സാബുകാരൻ തീരുമാനിക്കുന്നു പറഞ്ഞു. ഒരെണ്ണം തള്ളിയിടുകയും ചെയ്തു. അപ്പോ ആ സമയത്ത് ഞാൻ സ്വിസ് എയറിലായിരുന്നു. അപ്പൊ അവര് പോയി അല്ലേ? ഏതൊക്കെ വിമാന കമ്പനി ഉണ്ടായിരുന്നു? സ്വിസ്സിലായിരുന്നു ആദ്യം. അതിൽ നിന്ന് സെയിൽസ് ആൻഡ് ഓപ്പറേഷൻസ്. എന്റെ അമ്മു. ഓക്കെ. ഇന്റർവ്യൂ നടത്തി കൊണ്ടുപോയത് തന്നെ? അല്ലല്ല, ഞാൻ അവിടെ ചെന്നിട്ട് ഡയറക്റ്റ് ഇന്റർവ്യൂവിൽ എന്നെ എടുത്തതാണ്. ആണല്ലേ? ഓക്കെ. പിന്നെ പേടിച്ചാണ്? അല്ല സാർ, ഈ സ്വിറ്റ്സർലൻഡുകാർക്ക് ഈ നമ്മളെ പോലെ അല്ല, ഇംഗ്ലീഷ് അത്ര വശമുള്ള. എനിക്കും അത് വശമില്ലല്ലോ. ഇന്റർവ്യൂ അങ്ങനെ സെയിൽസ് ആൻഡ് ഓപ്പറേഷൻസിൽ ജോലി കിട്ടി. അപ്പൊ ഇവർ എന്നെ പഠിക്കാൻ വിട്ടു. പഠിക്കാൻ വിട്ടപ്പോ അവിടെ സ്വിറ്റ്സർലൻഡ് സൂറിക്കില് സാബുവിനെ കണ്ടപ്പോഴേ അവർക്ക് തോന്നി ഇയാൾ എന്തെങ്കിലുമൊക്കെ പഠിക്കേണ്ട ആളാണ് എന്ന് തോന്നിയോണ്ടായിരിക്കും അവർ വിട്ടതെന്ന് എനിക്ക്. അങ്ങനെ ഞാൻ പഠിക്കാൻ പോയി സാറേ. പക്ഷെ പഠിക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ഈ സ്കൂൾ വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ കുറെ സമയമുണ്ടല്ലോ.
അപ്പൊ ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പൊ ഞാൻ അന്വേഷിച്ചപ്പോ അവിടെ നമുക്ക് പാനീയങ്ങളൊക്കെ കിട്ടും. വൈകുന്നേരമാണല്ലോ സ്കൂൾ വിട്ട് ചെല്ലുമ്പം അങ്ങനെ എവിടെയെങ്കിലും ഒരു സൈഡിലൊക്കെ ഇരിക്കാം, അങ്ങനെയൊക്കെ ഉള്ള. കൂടെ പഠിക്കുന്നവർ പറഞ്ഞ് റെയിൽവേ സ്റ്റേഷനിൽ കടയുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പഠിക്കുന്ന സ്ഥലത്ത് നിന്ന് ഈ ട്രെയിൻ കയറി മെയിൻ റെയിൽവേ സ്റ്റേഷനിൽ പോയി. അവിടെ ചെന്നപ്പോ ഇത് നമ്മുടെ നാട്ടിലെ പോലെ 2-3 നിലയൊക്കെയാണ് റെയിൽവേ സ്റ്റേഷൻ. എനിക്കും ഇംഗ്ലീഷ് അറിഞ്ഞൂടാ, എനിക്ക് ഇച്ചിരിയൊക്കെ അറിയാം, അവർക്ക് ഇംഗ്ലീഷ് അറിഞ്ഞൂടാ. അങ്ങനെ അവസാനം ഞാൻ അവിടെ നോക്കിയപ്പോ ഒരു അപ്പൂപ്പൻ, പ്രായമുള്ളൊരു മനുഷ്യൻ പ്ലാറ്റ്ഫോം വാക്വം ചെയ്തുകൊണ്ട് നിൽക്കുന്നു. അപ്പൊ ഞാൻ പുള്ളിയെടുത്ത് ചെന്ന് ഇതൊക്കെ ചോദിച്ചു. അപ്പൊ പുള്ളിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. പക്ഷെ എവിടെ ചെന്ന് ചോദിച്ചാൽ ഈ കുടിക്കണം എന്നുള്ള വെള്ളം വേണോന്ന് പറഞ്ഞ ഒറ്റ ലാംഗ്വേജേ ഉള്ളൂ. അപ്പൊ ഒന്നും മിണ്ടിയില്ല. എന്നെ കൂടെ വരാൻ പറഞ്ഞ് ലിഫ്റ്റ് കയറി എന്നെ കടയുടെ മുമ്പിൽ കൊണ്ടുപോയി ജ്യൂസ് കടയുടെ മുമ്പ് കയറി ഞാൻ അകത്ത് കയറി. ഞാൻ ജ്യൂസ് കട കുറെ ജ്യൂസൊക്കെ വാങ്ങിച്ച് വെളിയിറങ്ങിയപ്പോ പുള്ളി എന്നെ കാത്തു നിൽക്കുകയാണ്. നമ്മള് ജ്യൂസൊക്കെ കുടിച്ചു കഴിഞ്ഞ് അല്ല, കുടിച്ചിട്ടല്ല, വാങ്ങിച്ചോണ്ട് പോകുന്ന അവിടെ. പുള്ളി വെയിറ്റ് ചെയ്ത് എന്നെ തിരിച്ചു കൊണ്ടുവന്ന് എനിക്ക് തിരിച്ചു പോകേണ്ട പ്ലാറ്റ്ഫോമിൽ കൊണ്ടാക്കി തന്നു. കണ്ണ് നിറഞ്ഞു പോയി. ഇവിടെ ആയാലും കണ്ണ് നിറയും. നേരത്തെ ഓടി ഞാൻ എന്റെ ഒരു ജ്യൂസ് കൊടുത്തു, പക്ഷെ പുള്ളി വാങ്ങിച്ചില്ല. ഇല്ല, അതാണ് എനിക്കൊന്ന് ടൂറിസം കോൺഷ്യസ്നെസ് ഉള്ള മനുഷ്യനാണ്. അതെ അതെ, അതുപോലെ ആ ഒരു വിഷം, ആ ദണ്ണം മനസ്സിലാവും. ഒരാളിന്റെ ദണ്ണം